السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين، وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. അമ്മാ ബഅദ്. നണ്ടോ പിരിസത്തിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളായ ആണുങ്ങളും അതേപോലെ തന്നെ പെണ്ണുങ്ങളുമെല്ലാം തന്നെ ഈ പുണ്യമാകപ്പെട്ട റമളാൻ മാസത്തിൽ ധാരാളം ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. എന്തിനു വേണ്ടിയാണ് ഈ ഒരു മാസത്തെ അത്രമാത്രം ത്യാഗപരിശ്രമങ്ങൾ ചെയ്യരുത് എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ മാസത്തിൽ, അനുഗ്രഹീതമായ മാസത്തിൽ ധാരാളം ഓഫറുകൾ, വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളെല്ലാം തന്നെ വാരിക്കൂട്ടണക്ക് വേണ്ടി, അതുക്ക് അവകാശികളാകുന്നതിന് വേണ്ടി, അതുക്ക് അർഹരാകുന്ന വേണ്ടിയായിട്ട് ഈ പുണ്യമാസത്തിൽ, പുണ്യത്തിൻ്റെ പുകാലമായ അനുഗ്രഹീതമായ ബർക്കത്താക്കപ്പെട്ട മാസത്തിൽ അങ്ങ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോരുത്തരും അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് വിശുദ്ധ ഹൃദയത്തോടെ അള്ളാഹു പൊരുത്തപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണക്ക് വേണ്ടി, അതാണ് ഈ റമളാൻ മാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കുന്നുള്ളത്. ഈ റമളാൻ മാസത്തിലൂടെ നമുക്ക് എന്താണ് നേടിയെടുക്കുന്നുള്ളത്, എന്താണ് ഈ റമളാൻ മാസം നമുക്ക് നേടിത്തരുന്നത് എന്നത് ഒരു പ്രധാനമായ ഒരു ചോദ്യമായിട്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അകം, അവൻ്റെ ഹൃദയം, അവൻ്റെ ഉൾഭാഗം ശുദ്ധീകരിക്കുക എന്നതായിട്ട് ഏറ്റവും പ്രധാനം. അവൻ്റെ പുറംഭാഗം ശുദ്ധീകരിക്കുന്നതിനേക്കാൾ അവൻ്റെ ഉൾഭാഗം, അവൻ്റെ അകം ശുദ്ധീകരിക്കുക എന്നതായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് അവൻ്റെ പ്രദേശത്തുള്ളതായിട്ട് ഒരു നല്ല ഒരു വലിയ പണ്ഡിതനോട് പോയിട്ട് കേൾക്കരുത്, നക്ക് നിങ്ങൾ ഒരു ഉപദേശം തരണം, നക്ക് നിങ്ങൾ ഒരു അഡ്വൈസ് തരണമെന്ന് ചോദിക്കണം. അതൊക്കെ ആ പണ്ഡിതൻ ആ ചെറുപ്പക്കാരനിട്ട കൊടുക്കറ മറുപടി ഇപ്രകാരമായിട്ട്, നീന് എപ്പോഴെങ്കിലും പാത്രം കഴുകിയിട്ടുണ്ടോ? ഇതായിട്ട് അയാൾ കേൾക്കരുത്. നീ എപ്പോഴെങ്കിലും പാത്രം കഴുകിയിട്ടുണ്ടോ? ഈ ചോദ്യം കേട്ടപ്പോൾ ഈ യുവാവ് ആശ്ചര്യപ്പെട്ടു പോയി. കാരണം വലിയ ഒരു ദീനിബോധമുള്ള, ആഖിറത്ത് ബോധമുള്ള ഒരു പണ്ഡിതൻ്റെ മുട്ട വന്നിട്ടാണ് എനിക്ക് എന്തെങ്കിലും നല്ല ഒരു ദീനിയായ, അതേപോലെ തന്നെ ആഖിറത്തിൽ ഗുണം ചെയ്യാൻ ഒരു ഉപദേശം എന്നൊക്കെ തരണുണ്ടു കേട്ടത്. അത് അയാൾ തന്ന ജവാബ്, നീ പാത്രം കഴുകിയിട്ടുണ്ടോ? ആശ്ചര്യത്തോടെ ആ യുവാവ് കേൾക്കറ്, അല്ല, ഞാൻ നിങ്ങളെട്ട എനിക്കൊരു ഉപദേശം തരണുണ്ട്, ഞാൻ നിങ്ങളെട്ട കേട്ടപ്പോൾ നിങ്ങൾ നിന്നിട്ട് ഇങ്ങനെ കേൾക്കരാറ്. ഞാൻ കേട്ട ചോദ്യവും അതേപോലെ നിങ്ങളെ ജവാബും നിങ്ങളെ ഉത്തരവും ഒരു ബന്ധവുമില്ലല്ലോ, ഒരു സംബന്ധമില്ലല്ലോ എന്ന് ആ ചെറുപ്പക്കാരൻ, ആ യുവാവ് കേൾക്കുമ്പോത്തു ആ പണ്ഡിതൻ വീണ്ടും ആവർത്തിക്കറ്, നീ എപ്പോഴെങ്കിലും പാത്രം കഴുകിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ യുവാവ് ചൊന്തു, അതെ, നാ പാത്രം കഴുകിയറൻ. അപ്പോൾ ആ പണ്ഡിതൻ കേൾക്കറ്, നീ പാത്രം കഴുകുമ്പോക്കു എന്താണ് നീ ശ്രദ്ധിക്കാറുള്ളത്? അതിൻ്റെ ഉൾഭാഗം കഴുകണുകോ, അതിൻ്റെ ഉൾഭാഗം ക്ലീൻ ആക്കണുകോ, അല്ല പുറംഭാഗം ക്ലീൻ ആക്കണുകോ, എന്താണ് നീ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? അതൊക്കെ ആ ചെറുപ്പക്കാരൻ കൊടുത്ത മറുപടി, ഞാൻ പാത്രത്തിലെ ഉൾഭാഗം നല്ല ക്ലീൻ ആക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കരുത്. കാരണം ആ ഉൾഭാഗത്ത് വെച്ചിട്ടായിട്ടിക്കറെ ഞാൻ ഭക്ഷണം, ആഹാരം ഞാൻ പാകം ചെയ്യരുതും, അതിന് ഒഴുക വെച്ചിട്ട് ആയിട്ടിക്കറ് ഞാൻ ഭക്ഷണം തിന്നരുതും കളിക്കുന്നതും, അതുകൊണ്ടായിട്ടിക്കറ് ഞാൻ അതിൻ്റെ ഉൾഭാഗം ക്ലീൻ ആക്കണുകോ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് ഉണ്ട്. അപ്പോൾ പണ്ഡിതൻ ചൊന്തു, ഇത് തന്നെയായിട്ടിക്കറ് നിക്ക് ഞാൻ തരുണക്കുള്ള ഉപദേശവും ഇത് തന്നെയായിട്ടിക്കറ്
അതായത് നിൻ്റെ ജീവിതത്തിലുടനീളം നിൻ്റെ ഉൾഭാഗം, നിൻ്റെ കൽബ്, നിൻ്റെ അകം ശുദ്ധീകരിക്കൊണ്ടായിരിക്കണം നീ കൂടുതൽ ശ്രമിക്കേണ്ടത്. നിൻ്റെ പുറംഭാഗം ശുദ്ധീകരിക്കുന്നതിനേക്കാൾ ഉൾഭാഗം ശുദ്ധീകരിക്കൊണ്ടായിരിക്കണം നീ കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട്. ആ പണ്ഡിതൻ മറുപടി കൊടുക്കറു. ഇത് തന്നെയാണ് ഈ റമദാൻ നമുക്ക് നേടിത്തരുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ അറിയിക്കരുത്. സൂറത്തു ശുഅറായിൽ 88-ാമത്തെ ആയത്തിലായിട്ട് അല്ലാഹു തആല ചൊല്ലുറു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അതായത് അന്ത്യനാളിട്ട് ചൊന്നെങ്കിൽ അവിടെ സ്വത്തോ വിത്തോ സമ്പത്തോ സന്തതിയോ ഒന്നും ഫലം ചെയ്യാത്ത ഫലക്കാരിയാകാത്ത നാളായിട്ട് കയറി രണ്ടത്തെ നാളിട്ട് ചൊന്നെങ്കിൽ പിന്നെ അവിടെ ഫലക്കാരിയാവരുത് എന്തിര്? അവിടെ ഫലത്തുക്ക് ഗുണത്തുക്ക് വേണ്ടത് എന്തിനായിട്ട് കയറ്? അല്ലാഹു ചൊല്ലുറില്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയത്തോടെ, നിഷ്കളങ്കമായ, വിശുദ്ധമായ, നിസ്വാർത്ഥമായിട്ടിക്കരെ നിഷ്കപടമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനെ സന്നിധിയിൽ ഹാജരായവർക്ക് മാത്രമേ അവിടെ എന്തെങ്കിലും ഫലമുണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ റമദാനിലൂടെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയം, നമ്മുടെ ഉൾഭാഗം ശുദ്ധീകരിക്കുന്നത് വേണ്ടിയായിട്ടിക്കറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും അതാണല്ലോ നമുക്ക് പഠിപ്പാട്ടിത്തണ്ടത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശരീരത്തിക്ക് അല്ല അല്ലാഹു തആല നോക്കുന്നത്, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ രൂപ ലാവണ്യം, ഭംഗിയിലേക്കല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബുകളിലേക്കായിട്ടിക്കർ അല്ലാഹു തആല നോക്കുന്നത്. അപ്പോൾ ആ കൽബുകൾ ശുദ്ധീകരിക്കുക, വിശുദ്ധമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടലുകൾക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്, ത്യാഗപരിശ്രമമാണ് ഈ റമദാനിലൂടെ നാം നേടിയെടുക്കേണ്ടത്. അതെ, നാം മരിക്കുന്ന സന്ദർഭത്തിൽ, നമ്മുടെ റൂഹരെ പിടിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ മലായികത്ത് വന്നിട്ട് ഇങ്ങനെ ചൊല്ലണം. ഏതുപോലെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർളിയ. സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് ചൊന്നിട്ട് നമ്മുടെ റൂഹരെ പിടിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. അതെ, മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ സമാധാനം, ഈ ശാന്തി, ഈ തുമഅനീനത്ത് കിട്ടണം. അങ്ങനെ വിശുദ്ധമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനെ നാം കണ്ടുമുട്ടണം. അത് എന്ത് വേണം? നമ്മുടെ ഹൃദയം, നമ്മുടെ അകം പാപ സുരക്ഷിതമായിട്ടിക്കണം, പാപ മുക്തമായിട്ടിക്കണം, കളങ്കരഹിതമായിട്ടിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ കഴുകിക്കളയുന്ന ഓരോ സൽകർമ്മങ്ങളാണ് ഈ റമദാനിലൂടെ നമുക്ക് നിർവഹിക്കാനുള്ളത്. അതല്ലേ നോമ്പെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, എല്ലാ പാപങ്ങളും നോമ്പിലൂടെ പൊറുക്കപ്പെടുന്നു. രാത്രിയിലുള്ള നിസ്കാരം, അല്ലേ, പകലന്തിയോളം നോമ്പെടുത്തും കൊണ്ട് രാത്രിയിലുള്ള ആ നിസ്കാരം, അതിലൂടെയും അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. എത്രയോ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നു. അങ്ങനെ ഈ ദുന്യാവിൽ നിന്നിട്ട് നാം യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ ഹൃദയത്തോടു കൂടി അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ചവരായ നിലക്ക് നാം യാത്ര ചൊല്ലണം. അങ്ങനെ ആയാൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത്. അതാണ് സൂറത്തു ത്വാഹയിൽ അല്ലാഹു തആല ചൊല്ലുന്നത്, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമാ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ആരെങ്കിലും അവൻ്റെ റബ്ബിനെ മുജ്രിമായ നിലക്ക്, ക്രിമിനലായ നിലക്ക്, അപരാധികളായ അവസ്ഥയിലാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഫൈന ലഹു ജഹന്നം, ഖണ്ഡിത അവനുക്ക് ജഹന്നമായിട്ടിക്കും. ആ ജഹന്നമിൽ അവനുക്ക് മരണവുമില്ല, അതേപോലെ തന്നെ ജീവിതവുമില്ല. അവൻ സായണുകും പോകുന്നില്ല, ബതുക്കൊടുക്കും പോകുന്നില്ല. അല്ലാഹു തആല ചൊല്ലുറും, അവനുക്കോ ആ നരകശിക്ഷ ഏൽക്കുമ്പോൾ അവനുക്കൊന്ന് ചത്ത് കിട്ടിയാൽ, മരിച്ചു കിട്ടിയാൽ വേണ്ടിയില്ലായിരുന്നിട്ട് അവനുക്ക് തോന്നും. പക്ഷേ അവനുക്ക് അവിടെ മരിക്കൊടുക്ക് സാധ്യമല്ല. അല്ലാഹു തആല ചൊല്ലുറു, ഇനി ഒരു സുഖത്തിന് ഒരു ജീവിതമുണ്ടോ? സുഖം കൊണ്ട് ചൊല്ലുറ ഒരു ജീവിതമുണ്ടോ? അങ്ങനെ ഒരു ജീവിതവും അവിടെ അവനുക്ക് കിട്ടൊടുക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു ലോകമാണ് ജഹന്നം വിട്ട് ചൊല്ലുന്നത്. അപ്പം അതുകൊണ്ട് ഈ ദുന്യാവിൽ നിന്നിട്ട് യാത്ര ചൊല്ലുമ്പോൾ തന്നെ അവൻ എന്താക്കണം? എല്ലാവിധ പാപക്കറകളിൽ നിന്നിട്ടും
കഴുകി ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധമായ മനസ്സിന്റെ ഉടമയായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അതുകൊള്ള എല്ലാ അവസരമാണ്, ട്രെയിനിങ് ആണ് ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് കിട്ടണു പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തണു റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാളെ പടച്ചവൻ്റെ മുന്നിൽ നാം നോറ്റതായിരിക്കുന്ന നോമ്പ്, അതേപോലെ തന്നെ നാം നടത്തിയതായിരിക്കുന്ന ഖുർആൻ പാരായണം നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണു. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ, ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ഇതുവരെ നോറ്റ നോമ്പ്, അതുപോലെ മറ്റു ഇബാദത്തുകൾ അള്ളാഹു പൂർണ്ണമായ നിലക്ക് സ്വീകരിക്കട്ടെ. ഇനിയുള്ള നോമ്പുകളും മറ്റു ഇബാദത്തുകളും പൂർണ്ണമായ ആഫിയത്തോടെ, സിഹത്തോടെ, ആരോഗ്യത്തോടെ അള്ളാഹു പൊരുത്തപ്പെടുന്ന അവസ്ഥയിൽ നിർവഹിക്കൊള്ളുക. റബ്ബ് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.